മുന്നോക്കല്ലേ പിന്നോക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് സംവരണം കൊടുത്തുകൊണ്ട് കേരളത്തിൽ 10% EWS നടപ്പിലാക്കിയ ഇടതുപക്ഷ ഗവൺമെന്റ് എന്തുകൊണ്ട് ദളിത് ക്രൈസ്തവ സംവരണം നടപ്പിലാക്കുവാൻ മടിച്ചു നിൽക്കുന്നു? നമ്മൾ മുന്നോട്ട് വെക്കുന്ന സെപ്പറേറ്റ് റിസർവേഷനാണ്. ഗവൺമെന്റിനോട് ഇത് പറയുമ്പോൾ അവർ പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഇടപാടാണ്. കേന്ദ്രം ഇപ്പം നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരിക്കുന്ന നമ്മളെ ഒരു കാര്യം നടക്കത്തില്ല, നമുക്കറിയാം. പക്ഷെ കേരളത്തിൽ നടപ്പിലാക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ മുന്നോക്ക സംവരണം, മുന്നോക്കക്കാരിലെ പിന്നോക്കൻ എന്ന് പറഞ്ഞ പേരിട്ടുകൊണ്ട് നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ സംവരണത്തെ നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. അതിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും നമ്മുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇടതുപക്ഷത്തിലെ ഏത് വമ്പന്മാരും മുട്ടുമടക്കേണ്ടി വരും. കാലം ഇത്രയായിട്ട് ഒരു പട്ടികജാതിക്കാരനെ പൂജാരി വേണ്ട, അതിന്റെ 7 അയൽവക്കത്ത് പോലും നിർത്തുവാൻ തയ്യാറാകാത്ത ഒരു ദേവസ്വം ബോർഡ് പട്ടിക വിഭാഗങ്ങളെ പലതരത്തിലാണ് വഹിച്ചു. അവരുടെ സ്ഥാപനങ്ങളിൽ ഒഴിവുകളുള്ള സീറ്റുകളിൽ നമ്മുടെ വിഭാഗങ്ങൾക്ക് പട്ടികജാതിക്കാർക്ക് പോലും പ്രാധാന്യമില്ല. ഇപ്പൊ UDFന്റെ ചോദ്യങ്ങളല്ല നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ചോദ്യം. UDF ഇപ്പൊ അധികാരത്തിൽ വരാൻ വേണ്ടി കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. നമ്മൾ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുദ്രാവാക്യം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് സമരം നടത്തി. ജാതിയുടെ കണക്കറിയണമല്ലോ, നടപ്പിലാക്കിയോ കേരളം? നടപ്പിലാക്കിയില്ല. പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ ക്രിമിനൽ ഏർപ്പെടുത്തി നമ്മൾ സമരം നടത്തി. ഗവൺമെന്റ് ശ്രദ്ധിച്ചോ? ഇല്ല. അപ്പൊ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റിക്കൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഈ ഭരണം യഥാർത്ഥത്തിൽ ദളിത് പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണമായിരുന്നില്ല 9.5 വർഷം കഴിയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഭരണമെന്ന് ഈ സമ്മേളനത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.